ആദരണീയരായ ഗുരുജനങ്ങളെ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും എന്റെ നമസ്കാരം. എന്റെ പേര് നിതിനാദാസ്. ഞാൻ മന്നസ്മാരക NSS ഹയർ സെക്കൻഡറി സ്കൂൾ ചക്കാലക്കൊത്തിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. ഈ ദിനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചും നമ്മുടെ രാഷ്ട്രപിതാവായ ശ്രീ മഹാത്മാഗാന്ധിയെ കുറിച്ചുള്ള വിവരങ്ങൾ എന്നാൽ അറിയുന്ന അറിവുകൾ നിങ്ങളിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ഇന്ത്യയോട് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഒന്നുകൂടി എന്റെ നമസ്കാരം. അഹിംസയിലൂന്നി സമരം നയിച്ചുകൊണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച നമ്മുടെ രാഷ്ട്രപിതാവിന്റെ അല്ലെങ്കിൽ നമ്മുടെ ബാപ്പുജിയുടെ ജന്മദിനമാണ് ഒക്ടോബർ 2. ഈ ദിനം നമ്മൾ അഹിംസാ ദിനമായും ആചരിക്കുന്നു. സ്വന്തം ജീവിതത്തെ സന്ദേശമാക്കുകയും മറുവശത്ത് ആ സന്ദേശത്തെ തന്നെ സ്വന്തം ജീവിതമാക്കുകയും ചെയ്ത മഹത് വ്യക്തിത്വമാണ് നമ്മുടെ ഗാന്ധിജിയുടേത്. അഹിംസയുടെ പ്രാധാന്യത്തെ കുറിച്ച് സംസാരിക്കുക മാത്രമല്ല, അഹിംസയിലൂന്നിയ ജീവിതം അദ്ദേഹം നയിക്കുകയും ചെയ്തു. ഭൂമിയിൽ രക്തവും മാംസവുമുള്ള ഇങ്ങനെയൊരാൾ ജീവിച്ചിരുന്നുവെന്ന് വരും തലമുറ വിശ്വസിച്ചേക്കില്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന മഹത് വ്യക്തിത്വം നമ്മുടെ മഹാത്മാഗാന്ധിയെ കുറിച്ച്, നമ്മുടെ ബാപ്പുജിയെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണിവ. ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കുവാൻ സാധിക്കും? നമ്മുടെ മഹാത്മാഗാന്ധിയുടെ തത്വചിന്തകളും ആശയങ്ങളും ഭൂമിയിലെ ജനങ്ങളിൽ മാത്രമല്ല മറിച്ച് സമസ്ത ലോകത്തെയും സ്വാധീനിച്ചിരുന്നു എന്നതാണ്. നിങ്ങൾക്കിപ്പോൾ മഹാത്മാഗാന്ധിയെ കുറിച്ച്, നമ്മുടെ ബാപ്പുജിയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായില്ലേ? എന്നാൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവാൻ ഞാനൊരു കഥ പറയാം. മഹാത്മാഗാന്ധി സബർമതി ആശ്രമത്തിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കും. അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് ഒരു കുട്ടി വന്നു. തണുപ്പുകാലമായിരുന്നിട്ട് വസ്ത്രമൊന്നും ധരിക്കാതെ വെറും ഒറ്റമുണ്ട് മാത്രം ധരിച്ചു കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തെ കണ്ട് കുട്ടിക്ക് സങ്കടം വന്നു. കുട്ടി അദ്ദേഹത്തിന്റെ അരികിലേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു, ബാപ്പുജി, അങ്ങ് എന്തുകൊണ്ടാണ് വസ്ത്രം ധരിക്കാത്തത്? എന്റെ അമ്മ നന്നായി തയ്ക്കും. ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞ് അങ്ങക്ക് വേണ്ടി വസ്ത്രങ്ങൾ ധരിപ്പിച്ചു കൊണ്ടുവരാം. ഗാന്ധിജി കുട്ടിയോട് പറഞ്ഞു. കുട്ടിക്ക് എത്ര കുപ്പായങ്ങൾ നൽകാൻ കഴിയും? കുട്ടി വിരൽ മടക്കിക്കൊണ്ട് പറഞ്ഞു, 1, 2, 3. ഗാന്ധിജി പരിഭവത്തോടെ പറഞ്ഞു, അത് പോരല്ലോ, എന്റെ വീട്ടിൽ ഒരുപാട് ആളുകളുണ്ട്. അങ്ങയുടെ വീട് എവിടെയാണ് എന്ന് കുട്ടി ചോദിച്ചു. അദ്ദേഹം കുട്ടിയെ അരികിലേക്ക് വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാണ് എന്റെ വീട്. ഈ ഇന്ത്യ മഹാരാജ്യം. ഇവിടെ ഒരുപാട് പേർ ഭക്ഷണവും വസ്ത്രവുമില്ലാതെ കഴിയുന്നു. അപ്പോൾ താൻ മാത്രം എങ്ങനെ ഇതെല്ലാം ഉപയോഗിച്ച് കഴിയും? ഗാന്ധിജിയുടെ വാക്കുകൾ കേട്ട് കുട്ടിയുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയുകയും മുഖം പുഞ്ചിരി കൊണ്ട് വിടരുകയും ചെയ്തു. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? ഇതാണ് നമ്മുടെ ഗാന്ധിജി, ഇതാണ് അദ്ദേഹത്തിന്റെ മഹത്വം. എല്ലാവർക്കും നമ്മുടെ മഹാത്മാഗാന്ധിയെ ഞാൻ സ്മരിച്ചുകൊണ്ട് ഒരു ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനം നേരുന്നു. നന്ദി, നമസ്കാരം.